ഇന്നത്തെ ടോപ്പിക് അതേ തന്നെയാണ്, ഫ്രാക്ഷണൽ നമ്പേഴ്സ്. And fundamental operations. Okay, fractional numbers and fundamental operation part 3 ആണ്. Okay, സോ ഇന്നലെ നമ്മൾ മീൻസ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. ടൈപ്പ് ഓഫ് ഫ്രാക്ഷനിൽ പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, ഈക്വലന്റ് ഫ്രാക്ഷൻ അടക്കം പഠിച്ചു. ഇനി അടുത്തത് റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. റെസി എഴുതിക്കൊള്ളൂ കേട്ടോ, RECI, റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ആ വേർഡിന് അർത്ഥം എന്താണെന്ന് അറിയാവോ? റെസിപ്രോക്കൽ മലയാളത്തിൽ പറയാം തലകീഴായിട്ടുണ്ട് എന്ന് പറയില്ലേ, അതിനെയാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ആയിട്ടുള്ളതിന്. ഇപ്പോൾ റെസിപ്രോക്കൽ 4/5ന്റെ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/4. ഓക്കെ, ഈക്വൽ ടു സിമ്പിൾ വേണ്ട. ഇതിന്റെ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/4. എന്താ ഞാൻ ചെയ്തത്? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി, ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി. ഇതിന്റെ പേരാണ് റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. ജസ്റ്റ് പ്രൊനൗൺസ് ചെയ്യൂ കിഷാൻ. ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് പ്രൊനൗൺസ് ചെയ്യൂ. കിഷാൻ ജസ്റ്റ് വായിക്കൂ. ഇതെന്തായിരുന്നു കിഷാൻ? വായിക്കൂ. എന്തായിരുന്നു ഇത്? റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. പറയൂ. റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. ഓക്കെ, അവന്തിക അൺമ്യൂട്ട് ആക്കൂ, എന്നിട്ട് വായിക്കൂ. റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. ഓക്കെ, ദിയ വായിക്കൂ. റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. ഓക്കെ, നമ്മൾ ഏതൊക്കെ ഫ്രാക്ഷൻസ് ആണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിന്റെ മുന്നിൽ? ഒന്ന് ആലോചിച്ച് പറയൂ. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ. പിന്നെ ഇനി ഒന്നുകൂടി പഠിച്ചു. യെസ്, കറക്റ്റ്, ഈക്വലന്റ് ഫ്രാക്ഷൻ. അവന്തിക പറയൂ, ഈ 4 ഏതൊക്കെയായിരുന്നു? അവന്തിക ഏതൊക്കെ 4? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ, ഈക്വലന്റ് ഫ്രാക്ഷൻ. ഇതെന്തായിരുന്നു? റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, റെസിപ്രോക്കൽ ഫ്രാക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ന്യൂമറേറ്ററിനെ എടുത്ത് ഡിനോമിനേറ്ററിലേക്ക് ആക്കുക. ഡിനോമിനേറ്ററിലുള്ള എന്താണോ നമ്പർ അത് വന്നിട്ട് ന്യൂമറേറ്ററിലേക്ക് ആക്കുക, തലകീഴായിട്ട് എഴുതുക. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഞാൻ ഇത് വലിയ കാര്യമായിട്ട് നമുക്ക് ചോദിക്കാറില്ല, ജസ്റ്റ് ഇത് എന്താണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഫസ്റ്റ് വൺ, ഒരു മിനിറ്റ്. അപ്പൊ നോക്കൂ, കാണുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീന്? കിഷാൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ കിഷാൻ പറയൂ, 10/15ന്റെ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്താ? റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്താ? കിഷാൻ പറയൂ. 50/10. ദിയ 3/7ന്റെ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്താ? 7/3. അവന്തിക 5/8ന്റെ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്താ? 8/5. ഓക്കെ, ഫൈൻ. റെസിപ്രോക്കൽ ഫ്രാക്ഷൻ ഇത്ര തന്നെ ഉള്ളൂ. ഇനി നമ്മൾ ഫ്രാക്ഷൻ തമ്മിലുള്ള അഡീഷൻ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം. അഡീഷൻസ്, അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. കേട്ടോ,
അഡീഷൻ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അഡീഷൻ പറഞ്ഞാൽ എന്താ, പ്ലസ് ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 + 5 + 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, 3നെ 5ന്റെ കൂടെ കൂട്ടും, അപ്പൊ 8 ആയി. 8നെ വീണ്ടും 8ന്റെ കൂടെ കൂട്ടും, അപ്പൊ 16 കിട്ടും. അല്ലേ? ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ. പക്ഷേ നമുക്ക് ഈ പറയുന്ന ഫ്രാക്ഷനിൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫ്രാക്ഷൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1/2 + 1/2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് അഡീഷൻ ചെയ്യേണ്ടത്? ഓക്കെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ താഴെയുള്ള ഡിനോമിനേറ്ററിനെയാണ്. നന്നായി ശ്രദ്ധിച്ചോളൂട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഫ്രാക്ഷൻ പറയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നവോദയ എക്സാമിന്. നന്നായി ശ്രദ്ധിച്ചോളൂ. സോ താഴെ ഡിനോമിനേറ്റർ മ്യൂട്ട് ആക്കിക്കോളൂട്ടെ. ആരോ അൺമ്യൂട്ട് ആക്കിയിട്ട് മ്യൂട്ട് ആക്കിക്കോളൂ. സോ താഴെ എപ്പോഴും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഉണ്ടാവണം. സെയിം ആയിട്ട് ഇല്ലെങ്കിൽ അത് വേറൊരു ടെക്നിക്ക് ഉണ്ട്. സെയിം ആയിട്ട് ഉണ്ട് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിനോമിനേറ്റർ ഏതാണ്? കിഷാൻ പറയൂ, ഇവിടെ ഡിനോമിനേറ്റർ ഏതാണ്? ഇതൊരു ഫ്രാക്ഷൻ, ഇതൊരു ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ ഏതാണ് ഇതില്? 2. രണ്ടിലും സെയിം ആയിട്ടാണോ ഉള്ളത് 2 ഡിനോമിനേറ്റർ? അല്ല, ആണല്ലോ. ഇവിടെയും 2, ഇവിടെയും 2 അല്ലേ? 2 എഴുതിയ വിധം വേണമെങ്കിൽ മാറിപ്പോയിണ്ടായിരിക്കാം, പക്ഷെ ഇത് 2 ഇത് 2 അല്ലേ? സോ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ആണോ? ആണ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മളിവിടെ ആൻസറിന്റെ അവിടെ 2 എന്താണോ സെയിം ആയിട്ടുള്ളത് അത് മാത്രം എഴുതി കൊടുക്കുക. ഓക്കെ, മേലെ എന്താ തന്നിരിക്കുന്നത്? 1, ഇവിടെയും 1, ജസ്റ്റ് അതിനെ പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്ര വരും? 2 വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിനെ ഈ 2/2 ആണ് നമ്മളുടെ ആൻസർ. എപ്പോഴും ഇതിനെ എന്ത് ചെയ്യണം എന്ന് നോക്കുമ്പോൾ സിമ്പിൾ ആക്കി എടുക്കണം. സിമ്പിൾ ആയിട്ട് എടുക്കാന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താ? ഫ്രാക്ഷന്റെ മീനിങ് എന്താ? ഈ നമ്പർ ഡിവൈഡഡ് ബൈ ഈ നമ്പർ, അല്ലെ? ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഇതാണ് ഫ്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രാക്ഷൻ രൂപത്തിൽ തന്നെ ചോദിച്ചു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഇതിൽ 2 ഒരു തവണയുണ്ട്, ഇതിൽ 2 ഒരു തവണയുണ്ട്. സോ നമ്മളുടെ ഫൈനൽ ആൻസർ 1/1 ആണ്. ഫൈനൽ ആൻസർ എന്താ? 1/1. വീണ്ടും 1നെ 1 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. സോ ഫ്രാക്ഷൻ ആയിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി നിർത്തുക. നമ്പർ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി നിർത്തുക. ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അവന്തിക പറയണം കേട്ടോ. 3/4 + 3/4. അവന്തിക ആൻസർ ചെയ്യൂ. രണ്ടിലും ഡിനോമിനേറ്റർ സെയിം ആണോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? താഴെയുള്ള ബോക്സിൽ എന്താ എഴുതി കൊടുക്കേണ്ടത്? 4. മേലെ എന്താ എഴുതി കൊടുക്കണം? 6. ഇനി അടുത്തത് ദിയ പറയണം കേട്ടോ. താഴെയുള്ള ബോക്സിൽ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണോ? ഓക്കെ, അപ്പൊ എന്താ എഴുതി കൊടുക്കണ്ടേ? താഴെയുള്ള ബോക്സില് 6, മേലെ 4. ഇനി കിഷാൻ ആൻസർ ചെയ്യണേ. താഴെയുള്ള ബോക്സിൽ ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണോ കിഷാൻ? അപ്പൊ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? താഴെയുള്ള ബോക്സില് 7, മേലെ 2. ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ നമ്മൾ എന്താ പഠിച്ചത്? അഡീഷൻ ആണ് പഠിച്ചത്. അഡീഷനില് സംഭവം എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാറ്റിലും സെയിം ആയിട്ടുണ്ട്, ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ട് എങ്കിൽ ജസ്റ്റ് ന്യൂമറേറ്ററിൽ എന്തുണ്ടോ, ഇവിടെ എന്ത് സിമ്പൽ ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഇവിടെ പ്ലസ് ഉണ്ടെങ്കിൽ രണ്ടും പ്ലസ് ചെയ്യുക, മൈനസ് ഉണ്ടെങ്കിൽ രണ്ടിനെയും തമ്മിൽ മൈനസ് ചെയ്യിപ്പിക്കുക. അത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്തത് മൈനസ് നോക്കാം കേട്ടോ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അവന്തിക ആൻസർ ചെയ്യണേ. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണോ? ആണ്. അപ്പൊ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? 7. ശരി. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇടയ്ക്ക് മൈനസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും ആൻസർ? 2. കറക്റ്റ് ആണ് അവന്തിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദിയ പറയണം കേട്ടോ.
ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണോ അവന്തിക? സെയിം ആണോ ഡിനോമിനേറ്റർ? അപ്പൊ ഞാൻ താഴെ എന്താ ഡിനോമിനേറ്ററിൽ എഴുതി കൊടുക്കേണ്ടത്? 80. മേലെ ഇവിടെ മൈനസ് സൈൻ ഉണ്ട് കേട്ടാ. 5 മൈനസ് 3 ആണ്. അപ്പൊ എന്താ ആൻസർ വരിക ഇവിടെ മേലെ ന്യൂമറേറ്ററിൽ? 2. നെക്സ്റ്റ് വൺ. കിഷാൻ, ഡിനോമിനേറ്റർ സെയിം ആണോ? അപ്പൊ ഞാൻ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത് താഴെ? 9. മേലെ 9. മേലെ 50. 50. 50. യെസ്. ഇനിയിപ്പോ ഇതിലൊക്കെ നോക്കുമ്പോൾ 2/7 ഇവിടെ 2/8 ആണ്. ഇപ്പൊ 2/7 രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല അല്ലേ? രണ്ടിനെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ 1 കൊണ്ട് ചെയ്യാം. 1 കൊണ്ട് ചെയ്താലും 2/7 തന്നെ കിട്ടുള്ളൂ. അപ്പൊ അതോടുകൂടി നമുക്ക് നിർത്താൻ തന്നെ വകുപ്പുള്ളൂ. പക്ഷേ 2/8 എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ എടുത്തു എങ്കിൽ ഇതില് തീർച്ചയായിട്ടും 2ന്റെ മൾട്ടിപ്പിൾ ഉണ്ട് അല്ലേ? 2ന്റെ മൾട്ടിപ്പിൾ 2ൽ 2 1 ടൈം ഉണ്ട്, 8ൽ 2 4 ടൈം ഉണ്ട്. സോ നമ്മുടെ ഫൈനൽ ആൻസർ 1/4 എന്നതാണ്. ഇതിനെ പിന്നെ ഇനി ചുരുക്കാൻ പറ്റില്ല നമുക്ക്. 1/4നെ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ 15/9. ഈ 15ഉം 9ഉം വരുന്ന ടേബിൾ ഏതാ കിഷാൻ? 15ഉം വരണം 9ഉം വരണം. അങ്ങനെ ഏത് ടേബിളിലാണ് അത് രണ്ടും വരിക? 3ന്റെ ടേബിളില്. 15ല് 3 എത്ര ടൈം ഉണ്ട്? 15ല് 3 എത്ര ടൈം ഉണ്ട്? 5 ടൈംസ്. 9ല് 3 ടൈംസ്. സോ ഫൈനൽ ആൻസർ 5/3 എന്നതാണ്. ഓക്കെ. കിഷാൻ, അവന്തിക, ദിയ 3 പേരും ഇന്നലെ ഞാൻ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ക്ലാസ് എടുത്തതിന്റെ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും എഴുതിയെടുക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ വീണ്ടും കാണുക. അല്ലെങ്കിലും വീഡിയോ കാണുന്നത് കാരണം ദോഷമില്ല. ഒന്ന് ഓട്ടിച്ചിട്ടിട്ട് കണ്ടോളൂ. ഒരു 2x സ്പീഡിൽ ഓട്ടിച്ചിട്ടിട്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്നുള്ളത്. ഇപ്പോൾ കിഷാന്റെ അടുത്ത് ചോദ്യം ചോദിച്ചത് അവന്തികയുടെ അടുത്ത് ഞാൻ ചോദിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം ഒന്നും കൂടി നോക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് ട്രൈ ചെയ്യും, ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. എന്നിട്ട് അത് ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ കട്ടാക്കിയിട്ട്, മീൻസ് അതൊക്കെ ഓടിച്ചു വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ മാം പറയുന്നുണ്ടാവില്ലേ, അതിലേക്ക് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഡെയിലി ഈ പ്രോസസ്സ് നടക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ചെയ്യോ 3 പേരും? വീഡിയോ കാണുമോ? ഓക്കെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കിഷാനാണ് കേട്ടോ. ഇത് 8 ആണ് കേട്ടോ. ഫൈനൽ ആൻസർ മാത്രം പറഞ്ഞാൽ മതി കിഷാൻ. താഴെ 8 മേലെ 1. എന്താണ് ഒന്നുകൂടി? താഴെ താഴെ 8 മേലെ 1. സൂപ്പർ കിഷാൻ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 1നും 8നെയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റില്ല. ഓക്കെ, ക്ലിയർ, ഫൈൻ. ഞാൻ അടുത്തത് അവന്തിക ആൻസർ ചെയ്യണം കേട്ടോ. അവന്തിക ഫൈനൽ ആൻസർ മാത്രം എനിക്ക് പറഞ്ഞാൽ മതി. അവന്തിക സോൾവ് ചെയ്യണ്ട. 2/1. 2 ആണോ? 6 3 പോയി കഴിഞ്ഞാൽ 2 ആണോ വരിക? 3. 3 അല്ല, ഫൈനൽ ആൻസർ ആണോ പറഞ്ഞേ? 2 അല്ലേ? 2 അല്ല, ഫൈനൽ ആൻസർ മാത്രം എനിക്ക് പറഞ്ഞാൽ മതി. 3. 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 3
2/1 ആണോ വന്നേ? നന്നായി നോക്കൂ. ആദ്യം ഇവിടെ എന്താണോ ഉള്ളത് അത് എഴുതിക്കോളൂ. 3 ആണ്, രണ്ടിലും സെയിം ആണ്, എഴുതി. 6 - 3 ഇവിടെയും 3 ആണ് വരുന്നത്. അപ്പോൾ 3 ടേബിളിൽ 1 ടൈം, 3 ടേബിളിൽ 1 ടൈം. സോ ഫൈനൽ ആൻസർ 1/1. ഫ്രാക്ഷനിൽ ചോദിച്ചാൽ 1/1 കൂടി നിർത്തുക. ഈ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും? 1. സോ നമ്പർ ആയിട്ട് ചോദിച്ചാൽ ഫൈനൽ ആൻസർ 1 ആണ്. ഓക്കെ ആണോ അവന്തിക? നെക്സ്റ്റ് ദിയ. 7/2 - 5/2. ഏതാടാ? താഴെ 2, മേലെ 5. 7 - 5 എത്രയാ? 7 - 5 2. ഫൈനൽ ആൻസർ എന്തായിരിക്കും? 2/2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 4. 2 ഇവിടെ ഉണ്ട്. 2ന്റെ ടേബിളിലും 2 ഉണ്ട്, 2ന്റെ ടേബിളിലും 2. 1/1. സോ 1/1 which is equal to 1. ഒരു സംഖ്യനെ 1 കൊണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, 1 എന്ന് പറഞ്ഞ സംഖ്യനെ 1 കൊണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ 2 ആണ് വരിക. 1നെ 1 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0 ആണ് വരിക. 1നെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 1 തന്നെ വരുള്ളൂ. 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 1 തന്നെ വരുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1. 1നെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴും 1 ആണ് വരിക. ഇത് നമ്മുടെ ഓർമ്മയിൽ വേണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കിഷാൻ പറയണേ. 3/2 മൈനസ് 2/2. താഴെ 2, മേലെ 1. യെസ്, കറക്റ്റ്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ കിഷാൻ? ഇല്ല. അപ്പൊ ഫൈനൽ ആൻസർ 1/2 കറക്റ്റ് ആണ് കേട്ടോ. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. മൈനസും പ്ലസും മാത്രമായിട്ടുള്ളത് അയച്ചു തരും. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് തന്നെ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. അതും ചെയ്ത് ഇതും ചെയ്യണം കേട്ടോ. ഇന്ന് ഫുൾ വർക്കൗട്ട് ചെയ്തോളൂ, വെറുതെ കളിച്ച് നടക്കണ്ട. ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചാലാണ് ജനുവരി മാസമാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. 2 phase ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളത് ഏപ്രിലാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഏപ്രിലിലുള്ള എക്സാം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ളത് ആകെ ജനുവരി മാസം മാത്രമാണ്. ഓക്കെ, സോ എത്ര ദിവസം ഉണ്ട്? ഇതിപ്പോൾ സെപ്റ്റംബർ കഴിയാറായി. ഇനിയിപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം തന്നെ ഉള്ളൂ. 3 മാസത്തിൽ നമ്മൾ കുറേ പഠിച്ചെടുക്കാനുണ്ട്. ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരു 15 തൊട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റുകൾ മാത്രം തന്നെ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്. ഇപ്പൊ നമ്മൾ സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ എളുപ്പമായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ വരില്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഡിനോമിനേറ്റർ എന്താ? ഇപ്പോ ന്യൂമറേറ്റർ ഈക്വൽ ആണ് എങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം അത് പഠിക്കാം. ന്യൂമറേറ്റർ ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ഓക്കെ, ന്യൂമറേറ്റർ ഈക്വൽ ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടെ 3/2 + 3/1 ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ഈക്വൽ ആയിട്ട് എപ്പോഴും ഒരു കാര്യം വരുന്നില്ല. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്.
സോ 3/2 പ്ലസ് 3/1 സെയിം ന്യൂമറേറ്റർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നും നമുക്കില്ല. ഒരു ഈസി ആയിട്ട് ചെയ്തെടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഏതിനെയാണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിനെയാണ് നോക്കേണ്ടത്. ക്ലിയർ? ന്യൂമറേറ്റർ ഈക്വൽ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ന്യൂമറേറ്റർ ഈക്വൽ ആയി 3 എഴുതി കൊടുത്തു, അപ്പോൾ 2 + 1 3 ഇങ്ങനെ ചെയ്താൽ റോങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിനെയാണ്. ഡിനോമിനേറ്ററിനെ നമ്മൾ എപ്പോഴും സെയിം ആക്കിയിട്ട് വേണം അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ. നല്ല മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളൂ. അഡീഷൻ മീൻസ് കൂട്ടുക, സബ്ട്രാക്ഷൻ കിഴിക്കുക എന്ന് പറയില്ലേ? സോ സബ്ട്രാക്ഷൻ, ഇത് രണ്ടും ചെയ്യുമ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും അഡീഷൻ ചെയ്യുമ്പോഴും എപ്പോഴും ഫ്രാക്ഷനിൽ താഴെയുള്ള ഡിനോമിനേറ്റർ ഉണ്ടല്ലേ, അത് എപ്പോഴും സെയിം വാല്യൂ ആയിട്ട് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് അഡീഷനും ചെയ്യാൻ പറ്റുക, സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ എങ്ങനെയാണ് അതിനെ ഈക്വൽ ആക്കുക, എങ്ങനെയാണ് ആ പറയുന്ന ഫ്രാക്ഷനെ ഈക്വൽ ആക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. സോ 1/2 പ്ലസ് 1/3 ഉണ്ട് എന്ന് വെച്ചോളൂ. ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ ഈക്വൽ അല്ല. അപ്പൊ ഡിനോമിനേറ്ററിനെ നമ്മൾ ഈക്വൽ ആക്കണം. അതിന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്താണ് എന്ന് നോക്കുമ്പോൾ LCM. ഓക്കെ, എന്താണ് പഠിക്കാൻ പോകുന്നത്? LCM. LCM പറഞ്ഞാൽ ഓക്കെ, LCM. ഓക്കെ, അപ്പൊ ലീസ്റ്റ് മൾട്ടിപ്പിൾ എന്നതാണ് ഇതിന്റെ ഒരു എന്താ പറയുക, മീനിങ് പറയുന്നത് ലീസ്റ്റ് മൾട്ടിപ്പിൾ എന്നാണ്. അപ്പൊ നോക്കൂ, ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇവിടെ എന്താണോ നമ്പർ അത് എടുത്ത് എഴുതുക, ഒരു കോമ ഇട്ട് കൊടുക്കുക, 3 എടുത്ത് എഴുതുക. ഈ 2ലും 3ലും കോമൺ ആയിട്ട് ഏതെങ്കിലും ഈ 2ഉം 3യും വരുന്ന ടേബിൾ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കയ്യിലുണ്ടോ 2ഉം 3യും വരുന്ന ടേബിൾ ഉണ്ടോ? 2ഉം 3യും വരുന്ന ടേബിൾ 1ന്റെ ടേബിളിൽ മാത്രമാണ് 1 2s are 2 എന്നും 1 3s are 3 എന്നും വരിക അല്ലേ? വേറെ ഏതെങ്കിലും ടേബിൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 2ന് മാത്രം ആദ്യം എടുക്കുക. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 2 ആണ്. 2നെ എടുക്കുക. എടുത്തിട്ട് 2ല് 2 പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2ല് 2 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട്. അതെടുത്ത് എഴുതുക. ഈ 3ല് 2 വന്നിട്ട് പോവില്ല, നമുക്കറിയാം. പോവില്ല എന്ന് വെച്ചാൽ കറക്റ്റ് മൾട്ടിപ്പിൾ അല്ല 3. അപ്പൊ ആ 3നെ അങ്ങനെ തന്നെ ഇറക്കുക. ഇനി അടുത്തത് ഈ 3ല് എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട്. ഈ 1നെ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. 3ല് 3 എത്ര ടൈം ഉണ്ട്? 1 ടൈം ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്ത് എപ്പോഴും 1,1 എന്ന് വരണം. അതുവരെ ഈ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇത് മൊത്തം ശ്രദ്ധിക്കുക, ഈ ഭാഗം മൊത്തം ശ്രദ്ധിക്കുക. 2 3 1 1 അല്ലേ? 2 × 3 × 1 × 1 2 3s are 6 6 × 1 6 6 × 1 6. സോ നമ്മളുടെ LCM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണ്. ഓക്കെ, സോ ഇവിടെ കോമൺ ആക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1/2നെ എഴുതി കൊടുക്കുക. ഇവിടെ ഇങ്ങനെ എഴുതുക. എപ്പോഴും ഇത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. 1/2 ഇൻറ്റു ഇവിടെ ഒരു സ്പേസ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ എന്താക്കണം? ഈ 6 ആക്കണം. ഈ ഡിനോമിനേറ്ററിനെ എന്താക്കണം? 6 ആക്കണം. 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് എനിക്ക് 6 കിട്ടുക? പറയൂ. 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 6 കിട്ടുക? 3. കറക്റ്റ് ആണോ? കിഷാൻ 3 കൊണ്ടാണോ ചെയ്യേണ്ടത്? 4 ആണോ? അപ്പൊ 2 4s are 8 അല്ലേ വരിക? ദിയ കറക്റ്റ് ആണോ? 2 3s are 6 ആണോ? 2 3s are 2 3s are എത്രയാ? ഇല്ലെങ്കിൽ ഈ എന്താ പറയാ, മലയാളത്തിൽ എങ്ങനെ പറയാ? 3 2 6 എന്നല്ലേ പറയാ? ആണോ? 3 2 6 എന്നാണോ പറയാ? അവന്തിക പറയൂ. 2 3s are 6 ആണോ? ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തായി? ഡിനോമിനേറ്റർ 6 ആയി. അപ്പൊ ഇവിടെ എന്ത് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണോ അതേ നമ്പർ നമ്മൾ മേലെയും ഇട്ട് കൊടുക്കണം. ഓക്കെ, സോ 1 3s are എത്രയാ? 3. അത് എഴുതി കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഈ ഒരു ഫ്രാക്ഷൻ എങ്ങനെയായിട്ട് മാറി? നമുക്ക് 3/6 ആയിട്ട് മാറി. എങ്ങനെയായിട്ട് മാറി? 3/6 ആയിട്ട് മാറി.
ഇനി അടുത്തത് നമ്മൾ എടുക്കേണ്ട ഫ്രാക്ഷൻ ഏതാണ് എന്ന് നോക്കുമ്പോൾ 1/3 ആണ് എടുക്കേണ്ടത്. അടുത്തത് ഈ ഫ്രാക്ഷൻ എടുക്കുക. 1/3 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു, ഇതൊക്കെ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇവിടെ താഴെ എന്താവണം, നമുക്ക് 6 ആവണം. എഗെയിൻ ഞാൻ ചോദിക്കുകയാണ്, അവന്തിക പറയണം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഏത് നമ്പർ കൊണ്ട് ഞാൻ 3നെ മൾട്ടിപ്പിൾ ചെയ്താലാണ് എനിക്ക് 6 കിട്ടുക? 3ന്റെ ടേബിൾ പറഞ്ഞു നോക്കൂ. 1 3s are 3. ആ പറയൂ. 3 2s are 6. 3 2s are 6. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 2 എഴുതണം. ഇവിടെ 2 എഴുതിയത് കാരണം മേലെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? 2 തന്നെ എഴുതി കൊടുക്കണം. സോ 1 2s are 2. ഇപ്പൊ നമുക്ക് എന്തായി? ഡിനോമിനേറ്റർ രണ്ടിലും സെയിം ആയില്ലേ? നോക്കൂ അല്ലേ? ഇനി അവസാനം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ കിട്ടിയ രണ്ട് ഫ്രാക്ഷനെയും എഴുതാം. ആദ്യം 1/2നെ നമ്മൾ എന്താക്കി എടുത്തു? 3/6 ആക്കി. അടുത്ത ഫ്രാക്ഷൻ 1/3നെ എന്താക്കി? 2/6 ആക്കി. ഇപ്പൊ എന്തായിരിക്കും ആൻസർ? പറയൂ. ഇപ്പൊ ഇവിടെയും 6, ഇവിടെയും 6. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 3 പേരും പറയാൻ ട്രൈ ചെയ്യൂ. കിഷാൻ പറയൂ, എന്തായിരിക്കും ആൻസർ? ഇവിടെ 6 താഴെ. ആ മേലെ 1. എടാ പ്ലസ് ആണ് 5. 5. അവന്തിക പറയൂ, എന്തായിരുന്നു ആൻസർ? 5/6. ദിയ പറയൂ. 6/5. 6/5 ആണോ 5/6 ആണോ? 5/6. യെസ്, കറക്റ്റ്. 5/6. മനസ്സിലായോ കിഷാൻ? ആ. ഇനി അടുത്തത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവിടെ തരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ വീണ്ടും തീർച്ചയായിട്ടും കാണണം, ഇല്ലെങ്കിൽ നമുക്ക് പോർഷൻ കംപ്ലീറ്റ് ആവില്ല കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ പോർഷൻ കംപ്ലീറ്റ് ആവില്ല. വീണ്ടും ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോ എടുത്ത് വീണ്ടും കാണുക കേട്ടോ. സോ അടുത്ത നമ്പർ 1/3 പ്ലസ് 1/4. ഇപ്പോഴും നമുക്ക് ഡിനോമിനേറ്റർ എങ്ങനെയുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ 3, ഇവിടെ 4 അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ LCM എടുക്കണം. എന്തെടുക്കണം? LCM എടുക്കണം. സോ ഏതിൻ്റെയൊക്കെ എടുക്കണം? 3ൻ്റെയും 4ൻ്റെയും എടുക്കണം. 3ഉം 4ഉം സെയിം ടേബിളിൽ വരുന്നുണ്ടോ? നോ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് കോമൺ ഫാക്ടർ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് 3നെ മാത്രം പുറത്തെടുക്കുക. അപ്പൊ 3യിൽ എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട്. അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുക. ഈ 4നെ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. ഇനി 4നെ പുറത്തെടുക്കുക. അപ്പോൾ 1 ടൈം, പിന്നെ വീണ്ടും 1 ടൈം. ഓക്കെ. സോ നമ്മുടെ ഫൈനൽ ആൻസർ 3 × 4. ഏതൊരു സംഖ്യനെയും 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതേ സംഖ്യ തന്നെ കിട്ടുള്ളൂ. സോ ഈ 3ഉം 4ഉം മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. സോ 3 4s are എത്രയാണ് ദിയ? 3 4s are 3 4 12. 12. അപ്പൊ 12 ആണ് നമ്മൾക്ക് കിട്ടിയ LCM. 3 4 എത്രയാണ്? 12. അതാണ് നമ്മുടെ LCM. ഇനി ആദ്യത്തെ ഫ്രാക്ഷൻ എടുക്കുക. 1/3 ആണ് ആദ്യത്തെ ഫ്രാക്ഷൻ. ആ 1/3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് സിമ്പൽ എഴുതുക. ഞാൻ എങ്ങനെ എഴുതുന്നോ അതേപോലെ തന്നെ നിങ്ങൾ നോട്ടിലും എഴുതി എടുക്കണം കേട്ടോ. ഞാനിത് PDF ആക്കിയിട്ട് അയക്കാം. അത് എടുത്ത് നോട്ടിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഇപ്പോൾ എഴുതിയെടുക്കാനുള്ള സമയം തന്നു കഴിഞ്ഞാൽ വെറുതെ സമയം പോകും. സോ 1/3 ഇൻറ്റു ഇവിടെ എന്ത് വരണം? 12 ആണ് വരേണ്ടത്. ഇപ്പോൾ ദിയ പറയണം കേട്ടോ. ഏത് നമ്പർ കൊണ്ട് 3നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് എനിക്ക് 12 കിട്ടുന്നത്? പറയൂ. 3 4s. യെസ്. അപ്പോൾ 4 ആണ് ഇവിടെ വരേണ്ടത്. ഇതേ 4 തന്നെ മേലെയും എഴുതി കൊടുക്കണം. സോ 1 4s എത്ര വരും? ഇവിടെ എത്ര വരും? 4. ഇനി അടുത്തത് ദിയ തന്നെ പറയൂ. 1/4 ആണ് അടുത്തത് നമ്മൾ എടുക്കേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് എഴുതി. ഇവിടെ 12 ആണ് വരേണ്ടത്. ഇവിടെ എന്ത് ഡിനോമിനേറ്റർ ആണ് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത്? ഇവിടെ 4 ഉണ്ട്. 4നെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 12 കിട്ടുക? 3 കൊണ്ട്. അതേ 3 മേലെ എഴുതി കൊടുക്കണം. സോ 1 3s are 3. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ടെണ്ണം എടുത്ത് എഴുതാം. 4/12ഉം പ്ലസ് 3/12ഉം. 1/3ക്ക് പകരം നമ്മൾ എഴുതുന്നത് 4/12. 1/4ന് പകരം നമ്മൾ എഴുതുന്നത് 3/12. ഇനി ഫൈനൽ ആൻസർ എന്തായിരിക്കും? പറയൂ.
ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ ദിയ? അപ്പൊ മേലെ എന്ത് വരും, താഴെ എന്ത് വരും പറയൂ? താഴെ 12. മേലെ 4 + 3 എത്രയാ? 4 + 3 7. 7. കറക്റ്റ്. സോ ഇതാണ് ഫൈനൽ ആൻസർ. ഇനി അടുത്തത് ട്രൈ ചെയ്യാൻ പോകുന്നത് അവന്തികയാണ് കേട്ടോ. സോ 2/5 + 3/6. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഡിനോമിനേറ്റർ സെയിം ആണോ അവന്തിക? അല്ല. അല്ല. സോ 5ഉം 6ഉം എടുക്കുക. ഇതിന്റെ LCM കാണാം. സോ 5ഉം 6ഉം വരുന്ന ടേബിൾ ഉണ്ടോ നമുക്ക്? 5ഉം 6ഉം ഇല്ല. സോ 5നെ പുറത്തെടുക്കുക. 5ല് 5 എത്ര ടൈം ഉണ്ട്? 1. 6നെ താഴെ ഇറക്കുക. 6നെ പുറത്തെടുക്കുക. ഈ 1 അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 6ല് 6 എത്ര ടൈം ഉണ്ട്? 1. 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടിനെയും മൾട്ടിപ്പിൾ ചെയ്യാം. 5 × 6 × 1 × 1 എത്രയാ? 1 തന്നെയാണ്. 5 6 ആണ് എത്രയാ? 30. 30 × 1 എത്രയാണ്? 30 തന്നെയാണ്. സോ 30 ആണ് നമുക്ക് കിട്ടിയ LCM. നെക്സ്റ്റ് 2/5 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു, ഇനിയിപ്പോൾ ഞാൻ ഈ 30നെയാണ് ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാൻ പോകുന്നത്. ഇനി പറയൂ, ഏത് നമ്പർ കൊണ്ട് 5നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 30 കിട്ടുക? 6. അപ്പൊ മേലെ ന്യൂമറേറ്ററിലും 6 ഇട്ട് കൊടുക്കണം. സോ 2 6 ആർ എത്രയാ അവന്തിക? 2 6 12. ഇനി അടുത്ത നമ്പർ നമ്മൾ 3/6 ആണ് എടുക്കേണ്ടത്. ക്ലിയർ? ഇവിടെ വീണ്ടും 30 എഴുതി കൊടുക്കുന്നു. അപ്പൊ പറയൂ, ഇവിടെ 6നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 30 കിട്ടുന്നത്? 5. അതേ തന്നെ ന്യൂമറേറ്ററിലും എഴുതി കൊടുക്കണം. 3 5s ആർ എത്രയാ? 3 5s ആർ 15. ഇനി നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യണം. ഏതിനെയാണ് പ്ലസ് ചെയ്യേണ്ടത്? 12/30 12/30 പ്ലസ് 16/20. ഇനി ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഡിനോമിനേറ്റർ എന്തായി? സെയിം ആയി. അപ്പൊ ഇവിടെ എന്താ ഞാൻ എഴുതി കൊടുക്കേണ്ടത്? 30. മേലെ എന്ത് എഴുതി കൊടുക്കണം? രണ്ടിനെയും പ്ലസ് ചെയ്യണം. ജസ്റ്റ് പറയൂ, പ്ലസ് ചെയ്തിട്ട് പറയൂ എത്ര വരും? 12 + 15 എത്രയാ? 12 + 15 ആണ് കേട്ടോ. 70. നോ, 12 + 15 എത്രയാ? 27 ആണ് കേട്ടോ. ശരി, ഇതാണോ 27/30 ആണോ ഫൈനൽ ആൻസർ? അല്ല. 27 30 ഇത് രണ്ടും വരുന്ന ടേബിൾ ഏതാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 27 വരണം, 30 വരണം. രണ്ടും വരുന്ന ടേബിൾ ഏതാ? 3ന്റെ ടേബിൾ. 27ല് 3 എത്ര ടൈംസ് ഉണ്ട്? 9. 30ല് 3 എത്ര ടൈംസ് ഉണ്ട്? 10. സോ സൂപ്പർ അവന്തിക. 9/10 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ ചെയ്യുമോ ഇനി? ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ദിയ ആണ് ആൻസർ ചെയ്ത് ഇപ്പൊ അവന്തിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് കിഷാൻ ആൻസർ ചെയ്യണം കേട്ടോ. കിഷാൻ, സോ 3/7 പ്ലസ് 4/8. കിഷാൻ ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇവിടെ രണ്ടും ഈക്വൽ ആണോ, സെയിം ആണോ ഡിനോമിനേറ്റർ എന്നുള്ളത് നോക്കണം. സോ ഇവിടെ 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ സെയിം ആണോ കിഷാൻ? അല്ല. അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ്?
എന്തെടുക്കണം? LCM LCM എടുക്കണം. അപ്പോൾ LCM 7ന്റെയും 8ന്റെയും എടുക്കണം. ഇപ്പൊ 7ഉം 8ഉം വരുന്ന ടേബിൾ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. സോ ഫസ്റ്റ് നമ്പർ 7 ഞാൻ എടുക്കണം പുറത്തേക്ക്. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ആദ്യം 7ല് 7 എത്ര ടൈം ഉണ്ട്? 1. ഈ 8നെ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. ഇനി 8നെ പുറത്തെടുക്കുക. ഈ 1 അങ്ങനെ തന്നെ എഴുതുക. 8ലെ 8 എത്ര ടൈം ഉണ്ട്? 1. സോ LCM എന്തായിരിക്കും? ഇതൊക്കെ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ എത്ര വരിക? 70. എടാ നന്നായി നോക്കൂ. 7 into 8 into 1 into 1 1 തന്നെയാണ്. അപ്പൊ എത്ര വരും? 50. ഒന്നും കൂടി പറഞ്ഞു നോക്കൂ. ടേബിൾ പറഞ്ഞു നോക്കൂ. 7ന്റെ ടേബിൾ പറയൂ. 7, 14, 3, 7, 4, 6, 5, 40. എന്താണ്? ഒന്നും കൂടി പറയൂ. 7, 14, 3, 7, 7. 3 7 എത്രയാ? 3, 20. തെറ്റിയോ? തെറ്റി. എത്രയായിരുന്നു? പഠിക്കണം. ടേബിൾ തീർച്ചയായിട്ടും പഠിക്കണം. തല കീഴായി നിന്നിട്ടെങ്കിലും ഓക്കെ നിങ്ങൾ പഠിച്ചെടുക്കണം. ടേബിൾ പഠിക്കാതെ ഒന്നും നടക്കില്ല മാത്സ് കേട്ടാ. മാത്സ് സ്പീഡ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും ടേബിൾ അറിഞ്ഞിരിക്കണം. ദിയക്ക് പറയാൻ സാധിക്കുമോ 7ന്റെ ടേബിള്? പറയൂ. 1, 7, 7, 14, 3, 21, 4, 28, 35, 6, 42, 7, 49, 56. അപ്പൊ ഞാൻ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? 56. 56. ഓക്കെ ആണോ കിഷാൻ? 7 എത്രയാണ്? 56. 56 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് പറയണം. കിഷാൻ പറയണം. 3/7 ഞാനിവിടെ എഴുതി. ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു. ഇവിടെ എനിക്ക് 56 വരണം. അപ്പൊ ഇവിടെ ഏത് നമ്പറാണ് എഴുതേണ്ടത്? താഴെ ഡിനോമിനേറ്ററിൽ 8. അപ്പൊ മേലെ എന്താ എഴുതി കൊടുക്കണം? 8. 3 8s are എത്രയാ? 3 24. ഓക്കെ, അത് കിട്ടി. അടുത്തത് 4/8 താഴെ ഇറക്കി. ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 56. വീണ്ടും 8നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 56 വരിക? 7. അത് ഏതന്നെ ന്യൂമറേറ്ററിലും എഴുതി കൊടുക്കുക. 4 7s are 4 7 എത്രയാ? അല്ലെങ്കിൽ 7 4 എത്രയാ? 28. ഇനി അടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത്? കിഷാൻ പറയൂ. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? കിഷാൻ പറയൂ. 24/56 എഴുതി കൊടുക്കുക. ഈ 3/7 പകരം നമുക്ക് കിട്ടിയത് 24/56 പ്ലസ് 4/8 പകരം കിട്ടിയത് 28/56 ആണ്. ഇനി പറയൂ ഫൈനൽ ആൻസർ എന്തായിരിക്കും? കിഷാൻ ആൻസർ ചെയ്യൂടാ. താഴെ എന്താ എഴുതി കൊടുക്കേണ്ടത്? മേലെ എന്താ എഴുതി കൊടുക്കേണ്ടത്? പറയൂ. 56. മേലെ 24 പ്ലസ് 28 എത്ര വരിക? 52. കറക്റ്റ്. ഓക്കെ. ഈ 52ഉം ഈ 56ഉം വരുന്ന ഒരു ടേബിൾ ഉണ്ട്. അത് ഏത് ടേബിളാണ്? ആദ്യം ചെറുതെന്ന് പോകും. ലാസ്റ്റ് നമ്പർ 2 ആണ്, ഇവിടെ 6 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ ആണ് എങ്കിൽ
2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 0, 2, 4, 6, 8 ഇങ്ങനെ വരുന്ന നമ്പർ ലാസ്റ്റ് വന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ 52-ൽ 2 എത്ര തവണ ഉണ്ട് എന്ന് എങ്ങനെയാ കണ്ടെത്തുക? 52-നെ 2 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. സോ 5-ൽ 2 എത്ര തവണയുണ്ട് കിഷാൻ? 2 തവണ. 2 തവണ. 2 2s are 4 എഴുതി കൊടുത്തു, മൈനസ് ചെയ്തു. 5-ന്ന് 4 പോയി കഴിഞ്ഞാൽ എത്രയാ? 1. ഈ 2-നെ ഇറക്കിയിടണം. ഈ 2-നെ ഇറക്കിയിടണം. സോ 12-ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 12-ൽ 2 6 ടൈംസ് ഉണ്ട്. 6 2s are 12. മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടിയതോടുകൂടി നമ്മളിത് നിർത്തണം. ഇവിടെ കോഷ്യന്റ് എന്താ വന്നിരിക്കുന്നത് അത് മാത്രം എഴുതിയെടുക്കുക. ഇവിടെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ അല്ലല്ലോ വന്നിരിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ വരില്ല, ഒന്നാമത്തത് കറക്റ്റായിട്ട് കട്ടായി പോകും, അത് കാരണം മിക്സഡ് ഫ്രാക്ഷൻ വരില്ല. ഇനി അടുത്തത് ഇവിടെ 56-നെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എഗെയിൻ പറയൂ, 5-ൽ എത്ര ടൈം ഉണ്ട്? 2 ടൈംസ്. 2 2s are 4. മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടി, 16 കിട്ടി. 16-ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 8 2s are 60. മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടി. അപ്പൊ ഈ 28 ഇവിടെ എടുത്ത് എഴുതാം. ഇപ്പൊ നോക്കൂ, ഏത് ടേബിളിലാണ് വീണ്ടും വരിക? ഇവിടെ 6 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പൊ വീണ്ടും ഏത് ടേബിളിൽ വരുന്നുണ്ടാവും? ഇത് 2-ന്റെ ടേബിളിൽ വരും. സോ 2-ൽ 2 1 ടൈം, 6-ൽ 2 3 ടൈംസ്, 2-ൽ 2 1 ടൈം, 8-ൽ 2 4 ടൈംസ്. സോ ഫൈനൽ ആൻസർ 13/14 ആണ്. 13/14 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ ആണോ? ഇത്ര തന്നെ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടേബിൾ അറിയാതെ ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല. സോ തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിനുള്ളിൽ പഠിച്ചെടുത്തിട്ട് എനിക്ക് 1 മുതൽ 10 വരെയുള്ള ടേബിള് തീർച്ചയായിട്ടും, 1 പറയണമെന്നില്ല, 2 മുതൽ 10 വരെയുള്ള ടേബിള് അവന്തിക എനിക്ക് അയച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണം ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ ദിയ ചെയ്ത് അയച്ചിട്ടുണ്ട്. കിഷാൻ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ കിഷാൻ 3 പേരും എന്ത് ചെയ്യണം? 2-ന്റെ ടേബിൾ, 3-ന്റെ, 4-ന്റെ, 5-ന്റെ, 5 6 7 8 9 10 അത്രയും ടേബിള് പഠിച്ചെടുക്കുക. എനിക്ക് എന്ത് ചെയ്യണം? വോയിസ് മെസ്സേജ് ഇടണം. 2-ന്റെ ടേബിൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ ശേഷം വോയിസ് മെസ്സേജ് ഇടുക. അപ്പൊ ഞാനിങ്ങനെ കേൾക്കാം. നോക്കി പറയരുത്, കണ്ണടച്ചിട്ട് വേണം പറയാൻ. ഓക്കെ, ചെയ്യുവോ? അതിനെ പറഞ്ഞിട്ട് അച്ഛനമ്മന്റെ അടുത്തുനിന്ന് മൊബൈൽ മേടിച്ചിട്ട് ഗെയിം കളിച്ചിട്ടിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ആയിരിക്കും പിന്നീട് തരുന്നുണ്ടാവുക. ഓക്കെ, ഗെയിം ഒന്നും കളിക്കാനുള്ള സമയമില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ എയിം നവോദയ എക്സാമിൽ പാസ്സാവണം എന്നുള്ളത് മാത്രമാണ്. ഗെയിം ഒന്നും കളിച്ചിട്ട് വെറുതെ കണ്ണ് കേടുവരുത്തണ്ട. പുറത്ത് പോയി കളിച്ചോ, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ വേറെ എന്തെങ്കിലും കളിച്ചോ, ഗെയിം കളിക്കരുത്. മൊബൈലിലൊന്നും ഗെയിം കളിക്കാൻ നിൽക്കരുത് ട്ടാ. ഓക്കെ, സോ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ അഡീഷൻ ആണ് പഠിച്ചത്. ഇതേപോലെ സബ്ട്രാക്ഷനും ഉണ്ട്. ജസ്റ്റ് ഞാനിപ്പോ പറയാണ്. ഇപ്പോ 4/8 മൈനസ് 3/7 ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. 4/8 മൈനസ് 3/7 ഉണ്ടെന്ന് വെച്ചോളൂ. 4/8 മൈനസ് 3/7. ഇതെങ്ങനെയാ മൈനസ് ചെയ്യുക? ഇതും അതേപോലെ തന്നെ പ്ലസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഡിനോമിനേറ്ററിലോട്ടാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. സോ 8 7 ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു. 8-ന്റെയും 7-ന്റെയും LCM എന്താണെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 56 ആയിരുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 4/8 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 56 ആണ്. സോ 7 8 56 എന്ന് പറഞ്ഞു. അതേ 7 കൊണ്ട് മേലെ മൾട്ടിപ്പിൾ ചെയ്യുക, 28 കിട്ടി. അടുത്തത് 3/7 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 56. 7-നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 56 കിട്ടുക? 8 കൊണ്ട്. അതേ 8 കൊണ്ട് മേലെയും മൾട്ടിപ്പിൾ ചെയ്യുക. സോ 3 8s are 24 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഫ്രാക്ഷനെയും മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ താഴെ മൈനസ് ചെയ്യണമെങ്കിലും താഴെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആവണം. അപ്പൊ നമ്മൾ സെയിം ആക്കിയ സ്ഥിതിക്ക് ഇതാണ് എഴുതി കൊടുക്കേണ്ടത്. 56. 28-ന്ന് 24 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 4. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഇത് ഫ്രാക്ഷനിൽ കിട്ടുമ്പോൾ. ഇതിന് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പറ്റും. 4-ന്റെ ടേബിളിൽ 4 ഒരു തവണയുണ്ട്. 56 എത്ര തവണയുണ്ട്? 14 തവണയുണ്ട്.
ഓക്കെ, സോ 1/14 ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ? ഇത് ചെയ്തത് മനസ്സിലായി? അതിയാ സെയിം പ്രൊസീജിയർ തന്നെയാണ്, പക്ഷെ മൈനസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. LCM എടുക്കണം, ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെയാണ്. ഫൈനലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൈനസ് മാത്രമാണ്. അഡീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷൻ ചെയ്യുക, മൈനസ് ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് ചെയ്യുക. ഓക്കെ, ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചെയ്യാം. മൈനസ് ചെയ്ത് നോക്കാം. 2/5 + 3/6 അല്ലേ? സോ 3/6 മൈനസ് 2/5. അപ്പോൾ വീണ്ടും 6ൻ്റെയും 5ൻ്റെയും LCM എത്രയാണ് കിട്ടിയത്? 6 എടുത്തപ്പോൾ 1, ഇവിടെ 5, വീണ്ടും 5 എടുത്തു കഴിഞ്ഞാൽ 1. 6 5s are എനിക്ക് കിട്ടിയത് 30 ആണ്. സോ ഫസ്റ്റ് ഫ്രാക്ഷൻ എടുക്കുക, 3/6 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 30. 6നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 30 കിട്ടുന്നത്. അതേ 5 കൊണ്ട് മാലി മൾട്ടിപ്പിൾ ചെയ്യുക, ഇവിടെ 15 കിട്ടി. 2/5 ഇൻറ്റു ഇവിടെ 30 ആണ്. സോ 5നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 30 കിട്ടുന്നത്. അതേ 6 കൊണ്ട് മാലി മൾട്ടിപ്പിൾ ചെയ്യുക. സോ 2 6 ആർ എത്രയാണ്? 12. ഇനി അടുത്തത് എഴുതിയെടുക്കുക. 15/30 മൈനസ് 12/30. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും ദിയ വരുന്നുണ്ടാവുക? 15 മൈനസ് 12 എത്രയാ? താഴെ 30. മേലെ 50 മൈനസ് 12. കാൽക്കുലേറ്റർ വെച്ചൊന്നും ചെയ്തിട്ട് ആരും. 15 മൈനസ് 12. 50 മൈനസ് 12. 3. സൂപ്പർ. 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അവന്തിക. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഞാൻ അവന്തികയുടെ അടുത്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മാത്രം. (1/4 മൈനസ് 1/3). ഓക്കെ, സോ 4 3 LCM എന്താ വന്ന്? 4 എടുത്തു 1 ടൈം, 3 എടുത്തു അതും 1 ടൈം. 4 3s are 12. 12 ആണ് LCM കിട്ടിയത്. സോ ആദ്യത്തെ 1/4 എടുത്തു ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 12 ആണ്. 4 ഏതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 12 കിട്ടുക? 3 കൊണ്ട്. അതേ ന്യൂമറേറ്ററിലും ഇട്ട് കൊടുക്കുക. 1 3s are 3. കിഷാൻ ശ്രദ്ധിക്കണ്ട, ഇവിടെ വീണ്ടും ഇവിടെയും 12 വരണം. സോ 3 4s ആണ് 12. സോ 1 4s are 4. ഇനി ഫൈനലായിട്ട് നമ്മൾ എഴുതിയെടുക്കുക 4 ഇവിടെ എഴുതിയെടുക്കുമ്പോൾ 3/12 മൈനസ് 4/12 എന്നാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ വേഗം പോയിട്ട് 1/12 എഴുതി വെക്കരുത്. ഇവിടെ നമ്മൾ സൈൻ ഉണ്ടല്ലേ, മൈനസ് സൈൻ ഉണ്ടല്ലേ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ 3/12 മൈനസ് 4/12 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം നല്ല മനസ്സിൽ കേട്ടി വെച്ചോളൂ. ഇത് ഇപ്പോൾ ചെറിയ സംഖ്യയാണ്, ഇതാണ് ഇപ്പോൾ വലിയ സംഖ്യ അല്ലേ? 4 അല്ലേ വലിയ സംഖ്യ? താഴെ ഒരേപോലെയല്ലേ ഉള്ളത്? നമുക്ക് മേലെ പറയാം. ഇതാണ് വലിയ സംഖ്യ. ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ സംഖ്യയുടെ മുന്നിലുള്ള സൈൻ എന്താണോ അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. സോ ആൻസർ മൈനസ് 1/12 ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, എങ്ങനെയാണ് മൈനസ് 1/12 വന്നത് എന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഏത് നമ്പറാണ് വലുത്, ഏത് നമ്പറാണ് ചെറുത്, ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ നമുക്കിനി ഫ്രാക്ഷനിൽ പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെയാണ്. സോ അതിന് അത്യാവശ്യമായ സാധനമാണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നാളേക്ക് ഉണ്ടാവും. സമയം ഞാൻ വൈകുന്നേരം പറയാം കേട്ടോ, സമയം. ഓക്കെ, അപ്പോൾ റെഡിയായിരിക്കുക, ഹോംവർക്കൊക്കെ ചെയ്ത് അയക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് ഒന്നും കൂടി ഞാൻ പറയാം, നന്നായി ശ്രദ്ധിച്ചോളൂ. ആദ്യം നമ്മൾ പഠിച്ചത് ഫ്രാക്ഷണൽ റെസിപ്രോക്കൽ ഫ്രാക്ഷനാണ്. 4/5 അതിനെ തലകീഴായിട്ട് എഴുതണം. 5/4 ഇതാണ് റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ ആണ് അടുത്തത് പഠിച്ചത്. നോർമലായിട്ട് നമ്മൾ അഡീഷൻ പറയുമ്പോൾ 3 + 5 + 8 എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് അഡീഷൻ ചെയ്തു പോകും. പക്ഷേ ഇത് ഫ്രാക്ഷനിൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആയിട്ടിരിക്കണം.
അപ്പോഴാണ് നമുക്ക് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ പറ്റുക, 2 ഫ്രാക്ഷനെ ആഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻസറൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഫ്രാക്ഷൻ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഉണ്ടാവണം, അപ്പോഴാണ് മേലത്തെ ഭാഗം ന്യൂമറേറ്ററിനെ മൈനസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ 7 വരെ നമുക്ക് എന്തായിരുന്നു, ഡിനോമിനേറ്റർ സെയിം ആയിരുന്നു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് ന്യൂമറേറ്റർ ഈക്വൽ ആവുമ്പോൾ എന്ത് ചെയ്യണം. ന്യൂമറേറ്റർ ഈക്വൽ ആവുമ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അപ്പോഴും നമ്മൾ ഡിനോമിനേറ്ററിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ് എങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ എടുത്ത് എഴുതുക, LCM എടുക്കുക, എന്താണോ LCM അതാണ് നമ്മൾ ഇവിടെ ഫൈനലിൽ താഴെ വരേണ്ടത്. എന്നിട്ട് 1/2 എന്താണോ ഫ്രാക്ഷൻ അത് എടുത്ത് എഴുതുക, ഇൻറ്റു ഇട്ട് കൊടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു ഇട്ട് കൊടുത്തിട്ട് താഴെ 6 ഇട്ട് കൊടുക്കുക. ഈ 6 2ൽ എത്ര ടൈംസ് ഉണ്ട്, 3 ടൈംസ് ഉണ്ട്, അത് എഴുതി കൊടുക്കുക. അതേ തന്നെ ന്യൂമറേറ്ററിലും എഴുതി കൊടുക്കുക, മൾട്ടിപ്പിൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫൈനൽ ആൻസറിൽ എന്താണോ പുതിയ ഫ്രാക്ഷൻ കിട്ടിയത് അതുകൊണ്ട് എഴുതിയിട്ട് ആഡ് ആണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഇല്ല. സോ നാളത്തെ ക്ലാസ്സിൽ വരണ മുന്നിൽ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത് ഇന്നലത്തെ ഹോംവർക്ക്, യെസ്റ്റർഡേ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ടേബിള് പഠിച്ചിരിക്കണം. ഓക്കെ, ടേബിള് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഡെയിലിയും രാവിലെ എണിച്ച വഴിക്ക് ടേബിൾ എഴുതി പഠിക്കുക കേട്ടോ. അതൊരിക്കലും നിങ്ങൾക്ക് മറക്കില്ല. മിസ്സൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുറേ ക്ലാസ് വരെ, എത്ര വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8th സ്റ്റാൻഡേർഡ് വരെ മിസ്സിനും ഇതുണ്ടാവില്ലേ, ടീച്ചർ ഉണ്ടാവില്ലേ, അവർ എഴുതാൻ പറയും സ്കൂളിൽ. ഡെയിലിയും എഴുതി കൊണ്ടുപോകണം. ഒരു 5th സ്റ്റാൻഡേർഡ് വരെ 10 വരെ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയും. അതിന് ശേഷം നമ്മൾ 20 വരെ പഠിക്കേണ്ടത് നിർബന്ധമാണ്. ഡെയിലിയും രാവിലെ എണിച്ചിട്ട് 1 to 20 വരെ വൃത്തിയായിട്ട് ഒരു നോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വരിക. അങ്ങനെ എഴുതി വരെ നമുക്ക് എന്താവും, സ്പീഡ് കൂടും, എഴുതാനുള്ള സ്പീഡും കൂടും. അതേസമയം നമുക്ക് കോൺസെൻട്രേഷൻ വർദ്ധിക്കും. അതേസമയം നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടല്ലേ, നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ സ്പീഡാവും. നമ്മുടെ നവോദയ എക്സാമിന് കാൽക്കുലേഷൻ സ്പീഡാക്കണം, മസ്റ്റാണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽക്കുലേഷൻ സ്പീഡാക്കുന്നത് കേട്ടോ. അപ്പോൾ ടേബിൾ തീർച്ചയായിട്ടും 1 to 10 വരെ നിങ്ങളിപ്പോൾ പഠിച്ചാൽ മതി. 1 to 10 വരെ മാത്രം ഇപ്പോൾ പഠിച്ചാൽ മതിയാവും. പിന്നെ ഇന്നത്തെ ടുഡേയ്സ് ഹോംവർക്ക്, ഇന്ന് കുറച്ച് ഹോംവർക്ക് ഉണ്ട്. അത് ഫ്രാക്ഷനിലുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെയാണ്. വെൻ സെയിം ആയിട്ടിരിക്കുമ്പോൾ, വെൻ സെയിം ഡിനോമിനേറ്റർ വരുമ്പോൾ അടുത്തത് ഫ്രാക്ഷൻ വെൻ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ. ഇപ്പോൾ LCM എടുക്കേണ്ടി വരും. സിമ്പിൾ നമ്പേഴ്സ് തന്നെ ഞാൻ തരുള്ളൂ, ചെയ്യണം. അല്ലെങ്കിൽ ഡൗട്ട് വന്നാൽ ചോദിക്കണം. ഓക്കെ. ദേയുടെ അമ്മയ്ക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ? അല്ല സോറി, വർക്ക് ഉണ്ടോ?